പറഞ്ഞ കല്യാണം കഴിക്കാൻ നടക്കൂല. ഇമ്മ അല്ല എല്ലാരും. പിന്നെ ശരിക്കും പറഞ്ഞ കല്യാണം നടന്നത് എന്ന് വെച്ചാല് ഒരുപാട് കഷ്ടപ്പെട്ട് നടന്ന കല്യാണം. കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാവരും അതുപോലെയല്ല. അതിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്കും വേണ്ടപ്പെട്ട ഒരുപാട് ആള് പങ്കെടുക്കാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം മൂപ്പര് വലിയ കാരുണ്യന്മാര് വലിയ നമ്മളിവിടുത്തെ വലിയ ടീമാണ്. പിന്നെ ഈ ഇറച്ചിപ്പണിയാണ് വലിയ കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഏത് രീതിയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവനോട് പറഞ്ഞു, അല്ല സാറേ ശരിക്കും ചോദിച്ചിക്കണില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചിക്കണെന്ന് ഇത് വാ. പക്ഷെ ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ നാട്ടിലെ വലിയ ഒരു പ്രമാണിന്റെ മകനും നമ്മളെ സുഹൃത്താണ്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് ഇങ്ങനെ ബാർപ്പിന്റെ മേലെ ടെറസിന്റെ മേലെ ഇങ്ങനെ ഇരിക്കണ്ട്. നല്ല ഇടിയും മഴന്റെ ഒക്കെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. നല്ല ഇടിയും മഴന്റെ ഒക്കെ കോളൊക്കെ വരുന്നുണ്ട്. ഇടി അങ്ങനെ മഴക്കൊണ്ടിരിക്കണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? മോൾട്ടി എല്ലാരും ചോദിക്കും മോൾട്ടി എവിടെ മോൾട്ടി എന്ന് വീഡിയോയിലുണ്ട്. അപ്പൊ ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര പനിയും അതുപോലെ ചെവിയെല്ലാം ഇവിടെ ചെവി വേദന കണ്ണുകൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ച് കിടക്കുന്നു. പൊന്നെ ചെവി പല്ല് ഒക്കെ വേദന വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാല്ലേ. ഭയങ്കര വേദന. തലമ്മ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അതെ ഒരു വേദനയിൽ വെച്ച് ഏറ്റവും വലിയ വേദന തലവേദനയാണ് അറിയണ. അതെ തീർച്ചയായിട്ടും. നമുക്ക് ശരീരത്തിലുള്ള ഓരോ വേദനകളില്ലേ, നമുക്ക് ഓരോ രോഗം വരുന്നതിൽ ഏറ്റവും വലിയ വേദന എന്താന്ന് വെച്ചാൽ നാളെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ പറയണ്ട ഏറ്റവും വലിയ വേദന തലവേദന എന്താണ്? അല്ല അങ്ങനെ മനസ്സിലായി. അപ്പോ അല്ല ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്. അതല്ല ഞാൻ അങ്ങനത്തെ വേദന അല്ല ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ വേദന ചിലവര് പറഞ്ഞേക്കേ ഏറ്റവും വലിയ തലവേദന ഇങ്ങനെ ഭാര്യനെ നോക്കണാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണോ? അങ്ങനെ നോക്കണ്ട. അത് ഈ പെടുതല്ല മോട്ടിയെ ഈ ഭാവം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഈവനിങ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതെ. അപ്പൊ ഏതായാലും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയോക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നില്ല. നമ്മള് കുറച്ച് മുന്നേ ചോദ്യം ചോദിച്ച വീഡിയോ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ സ്റ്റോറി, കല്യാണത്തിന്റെ സ്റ്റോറി പറയണമെന്ന്. അതെ, ഒരുപാട് ആളുകള് ഒരു സ്വൈരം തന്നിരുന്നില്ല. സ്വൈരം തരാൻ എല്ലാരും ആവശ്യമാണ്. എല്ലാരും ചോദിച്ചു പോകും. നമ്മൾ തമ്മിലുള്ള അതായത് ഒരു സബ്സ്ക്രൈബേഴ്സും നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം തന്നെയാണ്. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു നിങ്ങൾ ശരിക്കും ലവ് മാരേജ് ആണോ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടന്നതിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് എനിക്ക് പറയാനുള്ളത്? അപ്പോൾ എന്താ പറയാ, ഞങ്ങളെ ഫോട്ടോകളൊക്കെ കാണിച്ചിരുന്നുണ്ട്. ഞങ്ങളെ ആൽബങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതെ, ഒരുപാട് ഫോട്ടോകൾ കേടൊന്നിങ്ങനെ. പക്ഷെ അത് നമ്മൾ സ്റ്റുഡിയോ കൊണ്ടുപോയാണ്ട് വീണ്ടും എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ കുറച്ച് കാരണം അന്ന് നമ്മൾ വീഡിയോ അതായത് പിന്നെ കല്യാണത്തിന് ഫുൾ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. വീഡിയോ ക്യാമറ ഒന്നും സാധിച്ചിരുന്നില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഫിലിം മാത്രമേ ഉള്ളൂ. അതെ, ഫിലിം മാത്രമേ ഉള്ളൂ. അത് കേടന്നു പോയി. അപ്പൊ ഈ രണ്ടാമതൊന്നും കൂടി എടുക്കാൻ എന്താ പറയാ, ഞങ്ങള് വീട് കുറുകന്ന് പോയി, കടുങ്ങാതുണ്ട് പോയി, അവിടുന്ന് പിലാത്ര പോയി, പിലാത്രന്ന് കൂടശ്ശേരിപ്പാറ പോയി. അങ്ങനെ വീട് മാറി മാറി ആണ്ട് കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടിടന്ന് അങ്ങനെ എങ്ങനെയാന്നറിയില്ല. ആൽബം ഫുള്ള് പൊതുവെ ഈ ആൽബങ്ങൾ നഷ്ടപ്പെടൂലേ, എന്നാലും കുറച്ചുള്ളൂ. അതില് പ്രധാനപ്പെട്ട ഫോട്ടോകളൊക്കെ പോയിക്കണം. മുത്തുവിന്റെ കുഞ്ഞു ഫോട്ടോകൾ കുറെ ഉണ്ടെന്ന് ഒക്കെ പോയി. പിന്നെ കല്യാണ ഫോട്ടോ കുറച്ചുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ ഇട്ടുണ്ട് കുറച്ച് കാണാനും വേണ്ടിട്ടാ. കുറച്ച് ബാക്കി പിന്നെ വന്നിട്ടും ഇടാം അല്ലേ. ഇപ്പൊ ഉള്ളത് ഇതിൽ ഇട്ട് തരാം. കല്യാണ ഫോട്ടോ നമ്മുടെ നിക്കാഹ് നടന്നത് അതുപോലുള്ള ചില്ലറ ഫോട്ടോകളുടെ ഇതിൽ കാണിക്കാം അല്ലേ. അപ്പൊ അങ്ങനെ തുടങ്ങിയത് പറഞ്ഞോളി. അപ്പൊ തുടങ്ങിയത് എന്ന് വെച്ചാല് ഒരുപാട് പറയാണ്ടാവും. നിങ്ങളും കേട്ട് ചടക്കും ചിലപ്പം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് നിന്ന് ബുദ്ധിമുട്ടാവും. എങ്കിലും കൂടിയിട്ട് ഞാൻ ശരിക്കും ഇവളെ കാണാന് പോകുന്ന വെച്ചാൽ ഞാൻ 3.5 വർഷം മസ്കറ്റ് സുൽത്താൻ കാവൂസ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്ത് 3.5 വർഷം കഴിഞ്ഞ് ജൂൺ 4-ാം തീയതി നാട്ടിലെത്തുന്നു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് സർഫു എന്ന് പറയും, നമ്മളെ വീഡിയോയിലൊക്കെ മുമ്പൊക്കെ ഉണ്ട്. സർഫു ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഇവിടെ വീട്ടിലെ ഓട്ടോറിക്ഷയാണ്. അതൊന്നും എനിക്കറിയില്ല അന്ന്. അങ്ങനെ സർഫുവിന്റെ ഓട്ടോയിൽ ഞാൻ രണ്ടത്താണിയിൽ ഒരു പെണ്ണ് കാണാൻ പോവാണ്. രണ്ടത്താണിയിൽ ആ പെണ്ണ് കാണാൻ, അതും പെണ്ണ് കാണാൻ പോയി. പെണ്ണിനൊക്കെ എനിക്ക് പറ്റി എല്ലാം റെഡിയായി. പക്ഷെ തിരിച്ചു വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി അന്വേഷിച്ചിട്ട് നാളെ വിവരം പറയാം. പക്ഷെ പിറ്റേന്ന് രാവിലെ വൈകുന്നേരം ആയപ്പോൾ വിവരം കിട്ടി അത് നടക്കൂല. കാരണം നമ്മുടെ ഭാഗം അന്വേഷണത്തിലോ എന്തോ അത് പൊട്ടിയിട്ടുണ്ട്, പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഒന്നും കൂടി കാണാണ്ട്.
അപ്പോൾ പിറ്റേ ദിവസം സർഫുവിനോട് പറയുമ്പോൾ നാളെ ഒന്നും കൂടി കാണാണ്ട് പോവാനുള്ള ഇങ്ങനെ പണിക്കരപ്പടി എന്ന് പറയും, തിരികെ പോകുന്ന അതുവഴിയാണ്, അങ്ങോട്ടാണ് പോകാനുള്ളത്. കാരണം അപ്പോൾ നേരെ സർഫ് പറഞ്ഞു, എടാ ഇൻ്റെ കെയർ ഓഫിൽ ഒരാളുണ്ട് അല്ലേ, സർഫ് ഞങ്ങളെ വീട്ടിലത്തെ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ അല്ലേ, കുറെ കാലം ഓന് അവിടുത്തെ ഡ്രൈവർ ഇറച്ചിപ്പണി നെലപ്പാക്ക്. അപ്പൊ ഇറച്ചിപ്പണിയിൽ ഓന് ഇറച്ചിപ്പണി എടുക്കുകയും ചെയ്യും. ആ ഇറച്ചിപ്പണിന്റെ കാര്യങ്ങളാണ്ട് കൊണ്ടുപോകാനും മീലും തോലും കൊണ്ടുപോയി വിൽക്കാനും അങ്ങനത്തെ ഒക്കെ ആവശ്യത്തിന്. ഞാനാണെങ്കിലോ ഞാൻ പൊതുവെ ഇങ്ങനെ ഓടിച്ചാടിക്കൊണ്ടുള്ള ഒരാളാണ്. ഈ മൂൾട്ടി ഓടണത് അതേപോലെ നിൽക്കൂല, ഇങ്ങനെ എവിടേക്ക് പോവാണെങ്കിലും പൊട്ടിത്തെറിച്ച് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഓടി, ആ അടുത്ത എടായി ഉണ്ട്, ആ എടായിന്ന് നമ്മളെ വീട്ടിൽ കൊണ്ട് ഓടിയതാണ്. ഓടിയപ്പോൾ ഒരു കുഴിയിൽ ചാടിയിട്ട് കാല് കിടന്നീന്, കാലിൻ്റെ ഞരമ്പ് ഇതായി. അങ്ങനെ ആ വേദനയിൽ അതിൻ്റെ തലേന്ന് ഇവർ വരുന്നതിൻ്റെ തലേന്നാണ് ഞാൻ ആ കാല് കെട്ടിക്കാണ്ടിരിക്കണം. ഭയങ്കര വേദനയും സഹിക്കാൻ പറ്റാത്ത നിലവിളിച്ച് ഇങ്ങനെ കട്ടുമ്പോൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ സർഫ് വന്നാണ് എന്നോട് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം ഉണ്ട്, ഒരാൾ വരണം, എനിക്ക് ഞാൻ നല്ലാണ്ട് ചീത്ത പറഞ്ഞു ഇങ്ങനെ കല്യാണത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ. എന്താ വെച്ചാൽ ഓനായിട്ട് ഇടിയിട്ടുണ്ട് കേട്ടോ, ഓനൊക്കെ നല്ല സംസാരിച്ചുകൊണ്ടേന്ന് നല്ലാണ്ട് ചീത്ത പറഞ്ഞു. ഞാൻ എൻ്റെ മര്യാദക്ക് പോയിക്കോടുന്നതിനെങ്ങാണ്ട് ചീത്ത പറഞ്ഞു. പിന്നെ എന്താ പിറ്റേന്ന് ഇനിയിപ്പാനോട് സംസാരിച്ചിക്കാണ്ട് അറിയില്ല ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി വരാനുള്ളത് പറഞ്ഞോളി. പക്ഷേ വരാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ് എൻ്റെ ഗൗറവപ്പിലൊരു കുട്ടിയുണ്ട്, എൻ്റെ ഈ ഓട്ടോറിക്ഷൻ്റെ മുതലാളിൻ്റെ മോളാണ്, ഇന്ന ആളെ മകളാണ്. അപ്പോൾ ഞാൻ പേരും ഇനീഷ്യലൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ഇവനോട് ഞാൻ പറഞ്ഞേ, അതൊക്കെ എങ്ങനെയാ എനിക്ക് കല്യാണം കഴിച്ച് തരുമോ? കാരണം അവരെ ഇനീഷ്യലി കാലോടെയാണ്, നമ്മളൊരു പാവപ്പെട്ടവന്. അപ്പോൾ ഇങ്ങനെയുള്ളൊരാൾക്ക് കല്യാണം കഴിച്ച് തരുമോ? അപ്പോൾ ഉടനെ പറഞ്ഞാൽ അതൊന്നുമില്ല, മൂപ്പർക്ക് അങ്ങനെ കണക്കൊന്നുള്ള ആളല്ല, മൂപ്പര് പാർട്ടി കുഴപ്പമില്ല എന്ന് കണ്ടാൽ ചെയ്തു തരും, ഇജ് ഉഷാറാന്ന് കണ്ടാൽ ചെയ്തു തരും, അങ്ങനെ അങ്ങനെ പൈസയും കാര്യമൊന്നും നോക്കണ ഒരു വ്യക്തിയല്ല. അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്കിട്ടാ അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞ് വിവരം തന്ന് കുഴപ്പമില്ല കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ഞാൻ മാണ്ടാറിനേന്ന്. അതെ അയച്ച് പറഞ്ഞിട്ടുണ്ടോ? മാണ്ടാന്ന് പറഞ്ഞു ഞാൻ, എൻ്റെ അടുത്ത് മാന്ത്രിടെ നോക്കിക്കൊണ്ടിരുന്നു. അതെ അതെ. അപ്പം പിന്നെ ഏതായാലും അവൻ കാണാൻ ചെല്ലാൻ പറഞ്ഞതിൽ കൂടിയിട്ട് എനിക്കെന്നാലും ഒരു ധൈര്യക്കുറവ്. നമുക്ക് അങ്ങനെ പോകാൻ കഴിയല്ലോ, കാരണം മൂപ്പര് വലിയ കാലുടിയന്മാർ വലിയ നമ്മളിവിടുത്തെ വലിയ ടീമാണ്. പിന്നെ ഈ ഇറച്ചിപ്പണിയാണ് വലിയ കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഏത് രീതിയിലാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പം ഞാൻ ജസ്റ്റ് ഇവനോട് പറഞ്ഞു, അല്ല സാറേ പോയി ശരിക്കും ചോദിച്ചിക്കണില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചിക്കണെന്ന് ഇത് വാ. പക്ഷേ ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രമാണിൻ്റെ മകനും നമ്മുടെ സുഹൃത്താണ്, ഒരു കാലത്ത് എൻ്റെ മുതലാളിയായിരുന്നു, ആ അദ്ദേഹവും ഞാനും കൂടി ഒരുമിച്ച് കാണാൻ പോവുകയാണ്. അങ്ങനെ കാണാൻ പോയി ആ വീട്ടിലെത്തി, ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊക്കെ അങ്ങനെ വന്ന് അങ്ങനെ ഞാൻ അല്ലേ അങ്ങനെ ഞാൻ ഇവിടെ കയറി ഇവരോട് കണ്ടതിനെ രണ്ടാക്കും എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ കയറിന്. പേരൊക്കെ അങ്ങോട്ട് കിട്ടും. ഞാൻ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നോട് വെച്ച് പേരൊക്കെ ചോദിച്ചേക്കുന്നോട് എത്ര വരെ പഠിച്ചിക്കണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 10 വരെ പഠിച്ചിക്കണ് തന്നെ. അപ്പം എന്താണ് നിങ്ങളെ പറഞ്ഞേ, മമ്മൂട്ടിയെ പറഞ്ഞു ഞാൻ എന്താണ് അപ്പം എൻ്റെ അത്ര ഒന്നും പഠിച്ചിട്ടില്ലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എത്ര വരെ പഠിച്ചു ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു 10ാം ക്ലാസ് ആണല്ലേ. അപ്പൊ എന്റെ അത്ര ഒന്നും പഠിച്ചിട്ടില്ലല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കാല് വേദനയിൽ ഇങ്ങനെ നിൽക്കണ, എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ എത്ര എന്റെ ഇത് പറഞ്ഞേ MBA ആണല്ലേ. ഞാൻ പറഞ്ഞേ ഞാൻ MBA ആണ്. MBA എന്താന്ന് പോലും എനിക്കറിയില്ല. എനിക്കും അറിയില്ലേന്ന്, ഇപ്പോഴും എനിക്കറിയില്ല, കേൾവിയുള്ളൂ. അപ്പൊ ഏതായാലും ഞാന് 6ാം ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നേരെ വിശ്വസം ചെയ്തിക്കണ്ട. ഏതായാലും ആവട്ടെ, അന്ന് കണ്ടുപോരനെ അവിടുന്ന് കണ്ട് പിന്നെ എന്താണ് പെട്ടെന്നാണ് പിന്നെ ഫുള്ള് ഞാൻ എൻ്റെ വീട്ടിലത്തെ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി എന്താ പറയാ, കുറെ ഞങ്ങളെ ഒരുപാട് 2 ഫാമിലികളിലും ഒരുപാട് എതിരഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. നമ്മൾ ഇന്ന ആളെന്നൊന്നും പറയല്ല. ഇപ്പോ അത് അവര് അന്നത്തെ ഒരു ഇതനുസരിച്ചായിരിക്കും 2 ഫാമിലിയിലും താല്പര്യക്കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെച്ചാല് എന്റെ ഉപ്പാക്ക് ഇറച്ചിപ്പണി ആയിട്ടാണോ അങ്ങനെയൊക്കെ അറിയില്ല. എന്റെ ഉപ്പ പാർട്ടിന്റെ അങ്ങനൊക്കെ ഉണ്ടാകുക എന്തോ ആവട്ടെ അറിയില്ല. അതിപ്പോ നമ്മള് എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് മാത്രം കുഴപ്പമുണ്ടെങ്കിൽ ചേട്ടാ, നമ്മളെ ഉപ്പാക്ക് കുഴപ്പമില്ല ഞാൻ പോരാ, വേറെ ആർക്കും കുഴപ്പമുണ്ടായിട്ടും കാര്യമില്ല. നമ്മളെ ഉപ്പാക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് പേടിച്ചേണ്ട ആവശ്യം മറ്റുള്ള പോലെ. എന്റെ ഉപ്പ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പവും എവിടുന്നും കേട്ടിട്ടില്ല അല്ലേ ആയിരിക്കും, എനിക്കറിയില്ലോ. അപ്പൊ എന്റെ പറഞ്ഞ ചെക്കനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ധൈര്യത്തിൽ കല്യാണം കഴിക്കാം അങ്ങനെ.
അങ്ങനെ എന്ത് ചെയ്തേ, എൻ്റെ ഉപ്പാക്ക് കുഴപ്പമില്ല, എൻ്റെ ഉമ്മാക്കും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഫാമിലി മൊത്തം മുടക്കി. അതിന് കാര്യമായിട്ടൊരു കാരണം ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ചെക്കൻ കുഴപ്പമില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് അവരുടെ ഫാമിലിക്ക് ഇപ്പൊ ഉപ്പാന്ന് പറഞ്ഞാല് ഉപ്പാക്ക് കുഴപ്പമില്ല. ഉപ്പാന്ന് പറഞ്ഞാൽ എന്ത് ജോലിയും ചെയ്ത് എന്തും എങ്ങനെ അധ്വാനിച്ച് വീട് പോറ്റുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാനൊക്കെ അവിടെ കണ്ടന്ന് മുതൽ ഇന്നും അധ്വാനിച്ച് വീട് പോറ്റുന്ന, അതെ, ഇനിയിപ്പോ ഒന്നും ആരോഗ്യം വാർദ്ധക്യം ഒന്നും നോക്കാതെ കുടുംബത്തിന് വേണ്ടി നല്ല അധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ കഴിയൂല. ഇന്നത്തെ കാലത്ത് നമ്മൾ മക്കളൊക്കെ ലേശം കണ്ട് പൊന്തിക്കഴിഞ്ഞാൽ കൂടുതലും ബാപ്പാരെന്താ ചെയ്യണേ, നമ്മൾ ആരെ കുറിച്ചല്ല പറയാനിട്ടാ. പൊതുവെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊക്കെ ഒരുപാട് പ്രായക്കാര് മക്കളെ ആശ്രയിച്ച് ജീവിക്കണോലാണ്. അതായത് കൂടുതൽ ആളുകളും വല്ല പറമ്പച്ചോട് അല്ലെങ്കിൽ വണ്ടി കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം വെള്ളിയൊക്കെ നടക്കുന്ന ഇന്നത്തെ കാലത്ത് വീട്ടിലിരുന്നിട്ടില്ല. അതേ ഒരു മാതൃകയാണ്. അതുകൊണ്ട് പറയണേ. അപ്പൊ ഏതായാലും പക്ഷെ എൻ്റെ ഉമ്മ എന്ന് വെച്ചാല് എനിക്ക് 3 വയസ്സും എൻ്റെ അനിയന് 1.5 വയസ്സുള്ള സമയത്ത് എൻ്റെ ഉപ്പ മരിച്ചാണ്. അതിനുശേഷം നാട്ടിലൊക്കെ വീടുകളിലൊക്കെ അടുക്കളപ്പണിയും ഒക്കെ ചെയ്ത് ഞങ്ങളെ പോറ്റി വളർത്തിയാണ്. അപ്പൊ അവരെ ഫാമിലികളിൽ എല്ലാവർക്കും ചിലപ്പോ അല്ലെങ്കിൽ അവരെ ഒരു ബന്ധപ്പെട്ട വീടുകളിൽ ഫാമിലിയിൽ ഉണ്ടാവും, ഞങ്ങളെ വീട്ടില് പണിയെടുക്കാൻ വന്നിരുന്നു സാറാത്താന മോനെ. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഓട്ടോമാറ്റിക് ആർക്കായാലും ചിലവർക്കൊരു മുമ്പും ഇതേപോലെ നമ്മളെ എന്താ പറയാ കോയിച്ചൻ വന്ന് ഒരുത്തന് ഇവരെ ഫ്രണ്ട് തന്നെയാണ്, അവനായിട്ട് കല്യാണം നോക്കിയപ്പോഴും ഇവര് പറഞ്ഞത് അവന്റെ അമ്മയും ജോലിക്ക് പോവാണ്. അപ്പൊ ജോലിക്ക് പോയിട്ട് അതും പറ്റിയില്ല, വീട് ജോലിക്ക് പോകണെന്ന് കണ്ടു. പക്ഷെ എന്റെ വല്യപ്പള്ളേന്ന് വിധി എന്ന് പറഞ്ഞത് എന്താ സംഭവിച്ചത്, അതുപോലെ അതിലും വലിയ ജോലിക്ക് പോണ ഒരു ഉമ്മാന്റെ മോനാണ് കല്യാണം കേൾക്കേണ്ടി വന്നത്. ഇനി ആ ആളിൽ തന്നെ എത്തിപ്പെട്ട് അപ്പൊ നമുക്ക് ഓരോരുത്തരെ കണക്കാക്കിയത്. വല്യപ്പ ഉണ്ടെങ്കില് വല്യപ്പാക്ക് ഇഷ്ടാവൂല, വല്യപ്പാക്ക് തീരെ ഇഷ്ടാവൂല. ആ വല്യപ്പ പോയത് തീരാൻ നഷ്ടല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. പക്ഷെ എന്റെ വല്യമ്മ പാവാട്ടാ, എന്റെ വല്യമ്മക്ക് താല്പര്യം. എന്റെ വല്യമ്മ അങ്ങനത്തെ ഒന്നും നോക്കണ ആളല്ല. നമ്മളെ താത്ത അങ്ങനെ വലിയ ഇതൊന്നും നോക്കണ ആളല്ല. താത്താക്ക് കുഴപ്പമുണ്ടെന്നില്ല. പക്ഷെ ഏതായാലും ആ വല്യപ്പാവൊക്കെ ആഹാരം വെളിച്ചായി കൊടുക്കട്ടെ. വല്യപ്പ എങ്ങനെ ആയിക്കോട്ടെ, വല്യപ്പ പാവാണ്. എനിക്കറിയാം വല്യപ്പാനെ. സന്തോഷം തന്നെ എന്താ പറയാ, ഉമ്മ പണിക്ക് പോവാണ്. അങ്ങനൊക്കെ എന്താ വെച്ചാല് ഞങ്ങള് ഫാമിലിയിലൊക്കെ എൻ്റെ ഉമ്മാന്റെ ഫാമിലിയിലൊക്കെ ഉമ്മ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അവർക്കൊരു കുറച്ചിലുണ്ടാവൂലേ. ഞങ്ങളെ ഫാമിലിത്തെ ഒരു ഫാമിലിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മ അവരെ കുടുംബത്തിൽ ഒരുപാട് കുടുംബത്തിലൊക്കെ അമ്മ ജോലി ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തില്. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാല് ഞങ്ങള് ഈ 2 കുട്ടികളെ മൂത്തത് 3 പെങ്ങന്മാരാണ്. മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇപ്പൊ മരിക്കുമ്പോ തന്നെ. പിന്നെ ഈ 2 പെൺകുട്ടികൾ ഞങ്ങൾ രണ്ടാളും, അതും എന്ന് വെച്ചാൽ അന്യ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ശരിക്കും ഞങ്ങൾ തന്നെ മക്കളൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഞങ്ങൾ ശരിക്കും പാലക്കാട് ഡിസ്ട്രിക്ട് തിരയപ്പുറം അഞ്ചുമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ശരിക്കുള്ള നാട്. ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ അങ്ങനെ എന്താണ് എല്ലാരും എതിർത്ത് സംഭവം എന്താന്ന് വെച്ചാൽ ഇതാണ്, ഇമ്മ ജോലിക്ക് പോണതും അതാണ്. അല്ലാന്നില്ല, ഇമ്മ എന്നാലും ജോലി കൊയ്ക്കണത് ആർക്കായാലും ആ വിധി വരും, പറയാൻ പറ്റൂല. ഇന്ന് ആർക്കും ആ വിധി വരാതിരിക്കട്ടെ എന്ന സംഭവം, ആർക്കും വരാതിരിക്കട്ടെ. ഞങ്ങൾ അനുഭവിച്ച മാതിരി ദുനിയാവിൽ ഒരാൾ അനുഭവിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടുകാരെന്ന് വെച്ചാൽ ഞങ്ങളെ കുടുംബക്കാരൊക്കെ ഞങ്ങളെ സഹായിച്ച നാട്ടുകാരാണ്. ഞങ്ങളെ നാട്, ഞങ്ങളെ പെങ്ങന്മാരെ കല്യാണത്തിനായിക്കോട്ടെ, എൻ്റെ പെങ്ങന്മാരെ കല്യാണത്തിനായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഈ നാട്ടുകാർ ഒരുപാട് ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തി. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കല്യാണം കഴിപ്പിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ഇവരെ ഫാമിലിയില് അതിനെക്കാട്ടും വലിയ ചൊറ നമ്മളെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാല് ഓരോരുത്തർ തിരിച്ചു കണ്ടൊക്കെ ഒരുപാട് കഥ ഉണ്ട് അതിന്റെ ബാക്കിൽ പറയാന്. അത് വേറെ ഓരോരോ പ്രശ്നങ്ങളാണ്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി. ആരും അറിയണ കാര്യങ്ങളൊന്നും അല്ലത്. കാരണം അത് തികച്ചും ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് പിന്നെ ഓൽക്കുണ്ടാവുമല്ലോ, അവർക്ക് ഓരോ നമ്മളെ മക്കളെ കുറിച്ച് ഓരോ സങ്കല്പം കാര്യങ്ങൾ എല്ലാം അതുപോലെ ആയിക്കോളന്നില്ല. അതെ, അത് തികച്ചും ഇല്ലാത്തതാണ്. ഒരുപാട് ഭവനോട് അടച്ചും പറഞ്ഞ കല്യാണം കഴിക്കാൻ നടക്കൂല ഇമ്മ അല്ലെ എല്ലാരും. പിന്നെ ശരിക്കും പറഞ്ഞ കല്യാണം നടന്നത് എന്ന് വെച്ചാല് ഒരുപാട് കഷ്ടപ്പെട്ട് നടന്ന കല്യാണം. കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാവരും അതുപോലെയല്ല. അതിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്കും വേണ്ടപ്പെട്ട ഒരുപാട് ആള് പങ്കെടുക്കാത്ത രീതിയിലൊക്കെ ഞങ്ങൾ തന്നെ പ്രയത്നം ചെയ്ത് നടന്ന ഒരു കല്യാണമാണ്. അപ്പോൾ അതിന്റെ ബാക്കിൽ ഇതിലൊന്നും പറഞ്ഞാൽ തീരൂല, ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഇനി ഒരിക്കലാവാം. അതെ, പറഞ്ഞാലിപ്പോ നമ്മള് കേൾക്കുമ്പോ ഭയങ്കര ടെൻഷനായി പോകും. അപ്പൊ എങ്ങനെ ഏതായാലും കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിക്കാണ്.
ഒന്നിച്ചിട്ടും തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു അതിന്റെ പേരില് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലേ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതിന്റെ പേരില് അപ്പൊ അങ്ങനെയൊക്കെയാണ്. ബാക്കി ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, പിന്നെ നമുക്ക് കൂടുതൽ പറയല്ല നല്ലത്. ഇതുവരെയുള്ളത് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഒരിക്കൽ ആവാം പറയണ്ടേ. അത് ഒരുപാട് വലിയ കഥയാണ്. പിന്നെ ഞാൻ അതെ കല്യാണം കഴിഞ്ഞ് ഞാൻ മസ്കറ്റിൽ നിന്ന് ലീവിന് വന്ന് കല്യാണം കഴിക്കണേ. പിന്നെ ആ പണി പോകുന്നു, വീണ്ടും ഇവിടെ നാട്ടിൽ ഒരുപാട് വട്ടം തിരിയണേ, വീണ്ടും മസ്കറ്റിലേക്ക് പോണ്, പൈസ ഇല്ലാതെ വട്ടം തിരിയണ്. പിന്നെ എന്താ പറയാ മുത്തൂനൊക്കെ വയറ്റിലെന്നൊക്കെ അതെ അന്നൊക്കെ മോൾട്ടിന്റെ എപ്പയാണ് ഞങ്ങളെ കാര്യം നോക്കിയത്. അതെ എന്റെ അനിയന് കുഞ്ഞിപ്പ ഹോസ്പിറ്റലിൽ പരിശോധിക്കാൻ പോകാൻ പോലും ആള് കണ്ടറിഞ്ഞ് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമ്മൾ നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടെങ്കിൽ നമ്മളെ അറിഞ്ഞു കാണൂല, നമ്മളെ കയ്യിൽ ആ പൈസ എത്തിയിട്ടുണ്ടാവും. പൈസ ആളെ കാശ് ഉണ്ടായിട്ടൊന്നല്ല, ആളെ തന്നെ ബസ് കണ്ടക്ടർ ആയിരുന്നു. അപ്പൊ അത് കഷ്ടപ്പെട്ട് ഉള്ള സമയമാണ്. പക്ഷെ ആളെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് ആ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാശ് അല്ലെങ്കിൽ നമുക്ക് പോക്കറ്റ് മണി എല്ലാം കൈ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. കയ്യിൽ പൈസ ഉണ്ടാവില്ല, അതുകൊണ്ട് എവിടേക്കും പുറത്തേക്ക് ഇറങ്ങണൊക്കെ പൈസ ബാവന്റെ കേസിലോട് അതൊന്നും ദുനിയാവെന്ന് മറക്കാൻ പറ്റും. ശരിക്കും ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഏട്ടനെ അനിയന് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ എളാപ്പാന മക്കളോ മൂത്താപ്പാന മക്കളോ റിലേഷൻ ആരും ഇവിടെ ഇല്ല. പക്ഷെ അനിയന്റെ ഒരു എന്നോടുള്ള പ്രതികരണം, ഞങ്ങൾ അങ്ങോട്ടുള്ള പ്രതികരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ആളുകളുള്ള പോലുള്ള ഒരു പ്രതികരണം, ഒരു സുഖമില്ലാതെ വളർന്നുണ്ടായിക്കണ ഒരു ഫ്രണ്ട് ആളെ കണ്ടത്. അതെ അതെ ഏത് ഇതിലും രണ്ടാളും ഉണ്ടാവും. എന്താ പറയാ ഒരു സിനിമ ഇല്ലേ അതേപോലെ സങ്കടങ്ങളിലും ശരിക്കുള്ള കഥ ഒക്കെ കണ്ടാല് ഒരാൾക്ക് ചിലപ്പം കാണാൻ കഴിയൂല. ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം കിട്ടാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ പണിയെടുക്കുന്നിടത്ത് പോയി ആ അടുക്കളയുടെ ഭാഗത്ത് പോയി നിന്നിട്ട് ആ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പങ്കുവെച്ച് കഴിച്ച ഒരുപാട്. പിന്നെ കല്യാണത്തിന് പോകുമ്പോഴേ ബാവാക്ക് ഉണ്ടാവുള്ളൂ അല്ല കല്യാണം ഡ്രൈവറായി പോകുമ്പോ, കുഞ്ഞിപ്പാക്ക് ഉണ്ടാവില്ല, കുഞ്ഞിപ്പ വീട്ടിലല്ലേ. അപ്പൊ ബാവ എന്ത് ഈ ബാവ എന്ത് ചെയ്യുമല്ലോ ഈ തട്ടാഞ്ചോറ് കൊടുക്കുന്ന ടേബിൾമേല് കവർ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തുനിന്ന് കവർ കൊണ്ടുപോയിക്കാണ്ട് ഈ തട്ടാഞ്ചോറ് കവർക്ക് തട്ടിയിട്ട് ഇങ്ങനെ താളമടിനുള്ളിൽ വെച്ചിട്ട് കുഞ്ഞിപ്പാക്ക് കൊടുന്നു കൊടുക്കുന്ന ആ പെരക്കാരറിയാതെ. ഇപ്പൊ ഒരു ഷോർട്സിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് ഭയങ്കര വിജയിച്ച ഷോർട്സ്. ശരിക്കും ഞാൻ അത് ഓർത്തുപോയി. എന്നുവെച്ചാൽ ഞാൻ വല്ല തട്ടാഞ്ചോറിന്ന് ചോറിട്ടിട്ട് വല്ല എവിടെ വെച്ച് അരയിലൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് ബിരിയാണിക്ക് ഒന്ന് കിട്ടുക എന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. അപ്പൊ അങ്ങനെയാണ് അനിയൻ. അപ്പൊ ഞങ്ങൾ കഥകൾ എണ്ണീന് ഒരുപാട് കഥകളുണ്ട്, സങ്കടം വന്ന കഥകളൊക്കെയാണ്. അപ്പൊ പിന്നെ അത് കൂടുതൽ പറഞ്ഞാല് കേൾക്കണോൽക്കൊന്നും വലിയ രസം ഉണ്ടാവില്ല. വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരൊക്കെ കേൾക്കുമ്പോ ഒരു ഇതുണ്ടാവും, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടാ. അപ്പൊ ഒന്നും അത് പറയാനുള്ള എന്താ പറയാ താല്പര്യമില്ല. പിന്നെ നമ്മള് ഇപ്പൊ ഇതിലൊക്കെ പറഞ്ഞ് നമുക്ക് ആരോടും ഒന്നുമില്ല, നമ്മളിങ്ങനെ നമ്മളെ കഥ ജസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പങ്കുവെച്ചു എന്നുള്ളൂ. എല്ലാം നല്ലത് വരട്ടെ എല്ലാവർക്കും, നമുക്ക് ആരോടൊന്നുമില്ല, ആർക്കും വിഷമാവരുത് നമ്മളിങ്ങനെ പറഞ്ഞേനെ. അതാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അത് എല്ലാരും മനസ്സിലാക്കണം കേട്ടാ. അതെ അപ്പൊ അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ രണ്ട് ഫാമിലി അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഡീസന്റ് ആയിട്ട് പോകുന്നുണ്ട്, ഒന്നും പറയല്ല. ആരെക്കൊണ്ട് ഒരു കുഴപ്പമില്ല. അന്ന് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മളെ ഓരോരുത്തരും എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. അത് വെച്ച് നമ്മള് കാലാകാലം അങ്ങനെ ജീവിക്കൂലല്ലോ. എല്ലാം കലങ്ങി തെളിഞ്ഞ് നല്ല ജീവിതമായി മാറൂലേ. അതേപോലെ തന്നെ ഞങ്ങളെ ജീവിതം നല്ല ജീവിതമാണ്. ഞങ്ങൾ രണ്ട് ഫാമിലിയും ഞങ്ങൾ എന്ത് ചെയ്യും പരിപാടി എല്ലാവരും ആണുങ്ങളും കൂടുന്നു വർത്താനം. ഇപ്പം ഞങ്ങൾ ഇപ്പം കുഞ്ഞിനൂടെ പോക്കുന്നുണ്ടല്ലോ 3 താത്താരും വരുന്നത്. താത്താരൊക്കെ എന്നാ ഇന്ന് വരെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ മുതൽ ഇന്ന് വരെ ഒരു ജ്യേഷ്ഠത്തിയാളെ പോലെ നിന്നിട്ടുള്ളൂ എന്നിട്ടാ. അവരെ കൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആരെ കൊണ്ടും കുഴപ്പമില്ല. എന്നാലും അല്ലേ അന്നത്തെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇപ്പൊ ടോട്ടലി അൽഹംദുലില്ലാ ഹൈറായിട്ട് പോണ എല്ലാരായിട്ടും, ആരായിട്ടും ഒന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല. ജസ്റ്റിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, നമ്മള് കല്യാണത്തെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞങ്ങള് ലവ് മാരേജ് ഒന്നല്ല. ഞങ്ങളെന്ന് പറഞ്ഞാല് കാക്കാത്തടം വയസ്സമ്പടി, ബാബാന്റെ വീട് വയസ്സമ്പടി, എന്റെ വീട് കുട്ടാട്ടപ്പാറ. നടക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ ഇല്ല. ഞാൻ ഇവിടെ കണ്ടുവന്ന് പിറ്റേന്നാണോ അതിന്റെ പിറ്റേന്ന് അറിയില്ല, സർഫിനോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് എനിക്കൊന്ന് അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അതിൽ സർഫു അവിടുത്തെ വീട്ടിലെ ഈ ലൈൻ ഫോണിൻ്റെ നമ്പറൊക്കെ അവൻ്റെ അടുത്തുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ഫോണെന്നാണോ എനിക്ക് ഓർമ്മയില്ല, അവൻ ഈ ലൈൻ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് എൻ്റെ തന്നു ഇവളടുത്തത്. അവിടത്തേക്ക് ഇവള് ആരാണ് എന്താ ആരാണെന്നല്ല സർഫു വിളിച്ചു കണ്ടറിഞ്ഞേ എന്താണ് ഹലോ
എനിക്ക് ഡ്രസ്സ് ഏതാ വേണ്ടി, സാരി വേണ്ടി, ചോളിയാ വേണ്ടി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ. അപ്പോൾ ഓൻ അങ്ങനെയൊക്കെ എന്നെ തിരിച്ചതാണ്, പൊതുവേ തിരിപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞേ എനിക്ക് ഏതായാലും കുഴപ്പമില്ല പറഞ്ഞാണ്. എന്തെങ്കിലും എന്തോന്ന് പറഞ്ഞതിന് ദേഷ്യപ്പെട്ട് കാണാൻ എന്താ അന്ന് അൽമാസ് പോയി കാല് കെട്ടിക്കാണ്ട് വന്നിരിക്കണ്. അൽമാസ് പോയി വന്ന ആ ടൈമിലാണ് എനിക്ക് ഡ്രസ്സിൻ്റെ അളവ് ചോദിച്ചിരുന്നത്, അത് എടുത്തൊക്കൊണ്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വിളിച്ചാള്. എന്നോട് പറഞ്ഞേ ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കട്ടെ പറഞ്ഞേ. എന്നാ പറഞ്ഞൂടെ ഇനി ആക്കാണ് കൊടുക്കണം. അപ്പൊ ഇവരാണ് ഫോൺ വിളിച്ചത്. അപ്പൊ ബാവ വിളിച്ചോണ്ട് ഹലോന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ബാവ എന്തൊക്കെയാ ചോദിക്കണ്ട്. നേരെ കൈമാറിയാണ് ഫോണേ. ആരാണ് ചോദിച്ചേന്? ആരാണ് ചോദിക്കലും അല്ല, ഈ ഫോണിൽ കൂടി കറക്റ്റ് പറയാതെ എന്നിട്ട് എന്തോ തിരിച്ചിക്കണ, എന്തോ തമാശ എന്തോ പറഞ്ഞ, ആരാണ് എന്തോ പറഞ്ഞേ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നേ. ഞാൻ നെലോളിച്ച് കാണാണ് ഈ ഫോൺ എടുക്കണത്, നെലോളിച്ച് കാണാണ് ഫോൺ എടുക്കണത്. ഇവള് ഒരു വാക്ക് രണ്ട് വാക്ക് പറഞ്ഞിട്ട് നേരെ പിന്നെ ഇവിടെ വല്യമ്മ കൊടുത്ത് ഫിലോമിനല്ലേ, ഫിലോമിന. ഞാൻ അങ്ങനെ ഫോൺ കൊടുത്തു. അത് വെറുതെ ആ ഒരു ഞെട്ടല് വെറുതെ പറയണേ. വിട്ടുമാറാൻ 4 ദിവസം വല്യമാരുടെ വർത്താനം ഭയങ്കര രസമാണ്. ഞാൻ താത്ത ആരാന്നറിയില്ല, ആരെ കളിയാക്കാൻ വിളിച്ചോണ്ട് എനിക്കറിയില്ല, അങ്ങനെ സംസാരിച്ചോളാണ്. ആരാണിത് എന്ന് ചോദിച്ചിക്കാണ്ട് അല്ലേ. ഞാൻ ആരാന്ന് പറഞ്ഞപ്പോ മുന്നോട്ട് നേരെ സർഫ് വെച്ച് എന്തെനിക്ക് പറ്റി വെച്ചു. വെറുതെ പറയണേ. അങ്ങനെ അന്ന് അങ്ങനെ വിളിന്ന എന്നോട് പറഞ്ഞൂടാ, ഇനി ആളാണ് ഞാൻ വിളിക്കുന്നത്, എന്തൊക്കെയാ വർത്താനം, സുഖല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ചൂടാ. അതിന് പകരം എന്ത് തിരിപ്പായിട്ട് അറിയുന്ന. പിന്നെ ഞാന് കല്യാണത്തലേന്ന് ഇവിടെ കാണാൻ പോണതിന് മുമ്പ് എന്റെ 1-2 സുഹൃത്തിനോടും ഈ പറഞ്ഞ സർഫിനോടല്ല വേറെ 1-2 സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു. ഇപ്പൊ ഞാനിപ്പോ എന്താ പെണ്ണ് എങ്ങനെ ഇന്നത്തെ മാതിരി ഫോണിലൊന്നും കാണിച്ചു തരാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് അല്ലടാ, ആ പെൺകുട്ടി എനിക്കൊക്കെ ചേരുന്നേനാണോ, എന്റെ അത്ര ചൊറുക്കുണ്ടായിച്ച് അയ്യവര് പറഞ്ഞതിനോടെ. എന്റെ ചൊറുക്കോ ആ പെണ്ണിന് ഇപ്പൊ അന്നെ പറ്റുമോന്ന് ഞങ്ങളെ സംശയം. അപ്പൊ ഞാൻ ഉറപ്പിച്ചു അത്യാവശ്യം കോലുണ്ടാവോ ഇക്കാരം ഇല്ല. അപ്പൊ അവിടെ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ വേസ്റ്റ് കൊണ്ടുപോകണ നമ്മളെ എന്താണ് സേനന്റെ പേര്, ഹരിത കർമ്മസേന വന്നിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ്. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ അതിന്റെ ഫുള്ള് കഥ പറയാനേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറയാത്തിട്ടാ, ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇപ്പൊ തന്നെ ഒരുപാട് ടൈം ആയിക്കണ്. അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇതിന്റെ ബാക്കി ഉണ്ടാവൂല എന്ന് തന്നെ പറയാം അല്ലേ. അത് വേണമെങ്കിൽ നോക്കാം, അതിനെന്താ ഇല്ലാതാവണം എന്തിനാ. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. അവരൊക്കെ എല്ലാവർക്കും ബൈ.